അച്ഛനും ഭാര്യയല്ലേ? അതെ സാറേ. സാറിനെ മനസ്സിലായില്ലല്ലോ. എടോ അച്ചു, ഇന്ന് മുതൽ ഈ വീട് എന്റേതാണ്. ദേവസ്വം മുതലാളി സാറിന് വീട് വിറ്റോ? ഇന്നലെ ആയിരുന്നു രജിസ്ട്രേഷൻ. ഇനിയിപ്പം ഞാൻ സാറിനായിരിക്കുമല്ലോ അല്ലേ വാടക തണ്ടത്. ഈടോ തന്റെ ഈ നക്കാപ്പിച്ച വാടക ആർക്ക് വേണം? രണ്ടാളും ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. സാറേ, പെട്ടെന്ന് ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയല്ലേ. എന്റെ മകന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വീടായത്. നിങ്ങളുടെ മകനെ കുറിച്ച് മാത്രം ഓർത്താ മതി. എന്റെ വീടിനെ കുറിച്ച് വലിയ ഓർമ്മയൊന്നും വേണ്ട. സാറേ, ഈ വീട്ടിൽ എന്റെ മകൻ ജനിച്ചത്, ഈ വീട്ടിൽ തന്നെയാണ് എന്റെ മകൻ മരിച്ചത്. എന്താണെങ്കിലും ഞങ്ങൾ ഇറങ്ങി പോകേണ്ടവരാണ് സാറേ. എന്റെ മകന്റെ ഓർമ്മയൊന്ന് മങ്ങിപ്പോക്കോട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി പൊക്കോളാം സാറേ. അതുവരെ ഒന്ന് ക്ഷമിക്കണം. ആട്ടെ, നിങ്ങൾ എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നത്? എരുമപ്പെട്ടി മലയിൽ എനിക്കൊരു 3 സെന്റ് സ്ഥലവും അവിടെ ഒരു ചായ്പ് വയ്ക്കാൻ വേണ്ടി ഞാൻ കൂട്ടി വെച്ചിരുന്ന പൈസയാണ് എന്റെ മകന് ഞാൻ ബൈക്ക് മേടിക്കാൻ വേണ്ടി കൊടുത്തു. അവസാനം എല്ലാം പോയി സാറേ. കഷ്ടപ്പാടാണെങ്കിൽ ഒരു കുറവും ഞങ്ങൾ അവനെ വരുത്തിയിട്ടില്ല സാറേ. എടോ, ഈ മക്കളെ കഷ്ടപ്പാടറിയാതെ വളർത്തി എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ മക്കളല്ലാണ്ട് വേറെ ആരാണ് അറിയേണ്ടത് അച്ചു? സാറ് പറഞ്ഞത് നേരാ. ഞങ്ങളത് തിരിച്ചറിയാൻ വൈകി പോയി സാറേ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താ നിങ്ങളൊന്നും പറയാത്തത്? എന്താണ് സംഭവിച്ചത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മയക്കുമരുന്നിൽ അഡിക്റ്റായിരുന്നു സാറേ. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയാനോ സാറേ? അറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ് സാറേ. കുറച്ചു കാലമായിട്ട് അവൻ ആരോടും ഒന്നും സംസാരിക്കാറില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോ ഉടനെ അവൻ ദേഷ്യപ്പെടും സാറേ. അങ്ങനത്തെ ഒരു സ്വഭാവം അവന് ഇല്ലായിരുന്നു സാറേ. നമ്മുടെ കുട്ടികൾക്ക് ചെറിയൊരു മാറ്റം വന്നാൽ നമ്മളത് ശ്രദ്ധിക്കണം. അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ നമ്മൾ അറിയിക്കുകയും വേണം. നമ്മൾ അറിയിച്ചു വേണ്ട നടപടികൾ എടുത്താൽ നമ്മൾ മാത്രമല്ല, ഒരു കുടുംബവും രക്ഷപ്പെടും. ഏതായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് നേരെയായിട്ട് ഇവിടുന്ന് മാറിയാണ്. ഞാൻ ഏതായാലും നിർബന്ധമൊന്നും പിടിക്കണം. ഓക്കെ അച്ചു.